ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ യാത്ര ഫിനിക്സ് പാർക്കിലേക്കാണ്. വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിയാണ് ശ്രദ്ധിച്ചത് ഞങ്ങളുടെ കാറിലെ പെട്രോൾ ഇത്തിരി കുറവാണ്. എന്നാൽ പിന്നെ പെട്രോൾ അടിച്ചിട്ട് പോയേക്കാമെന്ന് കരുതി ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഞങ്ങൾ പെട്രോൾ പമ്പാക്കി. അപ്പം ഫിനിക്സ് പാർക്കിലേക്ക് പോകുന്ന വഴിക്കുള്ള പെട്രോൾ പമ്പായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം, അതായത് സർക്കിൾ കെ. നാട്ടിലെ പോലൊന്നും അല്ല കേട്ടോ, ഇവിടെ പെട്രോൾ പമ്പ് എല്ലാം സെൽഫ് സർവീസാണ്. ആരും പെട്രോൾ അടിച്ചു തരാനും ഇല്ല, കാശ് വാങ്ങാനും ഇല്ല. യൂഷ്വലി ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തായിട്ട്, അതായത് അതിനോട് ചേർന്നിട്ടായിരിക്കും എപ്പോഴും ഒരു പെട്രോൾ പമ്പ് ഉണ്ടാവുക. വീട്ടിൽ ഡീസൽ ആണെങ്കിൽ ഡീസൽ, പെട്രോൾ ആണെങ്കിൽ പെട്രോൾ. അത് അടിച്ചതിന് ശേഷം ഏത് കൗണ്ടറിൽ നിന്നാണോ അടിച്ചത് ആ കൗണ്ടറിൻ്റെ നമ്പർ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലെ പേയ്മെൻറ്റ് സെക്ഷനിൽ പോയി പറഞ്ഞിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാറ്. ഇപ്പം നമ്മളിത് എത്താറായി കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സർക്കിൾ കെ അല്ലേ, അവിടെയാണ് നമ്മൾ പെട്രോൾ അടിക്കാൻ പോകുന്നത്. ഇപ്പോൾ നേരെ നിങ്ങൾക്ക് കാണാം അവിടെ ഡീസലിനും പെട്രോളിനും എത്രയാണ് അന്നത്തെ റേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പലയിടത്തും ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാറുണ്ട്. എല്ലാവിടെയും ഒരു ദിവസം തന്നെ ഒരേ റേറ്റ് ആവണമെന്നില്ല. ചിലർ പെട്രോൾ അടിക്കുമ്പം ഈ റേറ്റിൻ്റെ കുറവ് നോക്കി പെട്രോൾ അടിക്കാറുണ്ട്. ചിലർ കൺവീനിയൻ്റ് ആയിട്ട് ഏതാണോ, അവർക്ക് അടുത്ത ഏതാണോ പെട്രോൾ പമ്പ് അങ്ങനെ നോക്കിയിട്ടും അടിക്കാറുണ്ട്. ഞങ്ങൾ അടുത്ത ഏതാണോ പെട്രോൾ പമ്പ് അവിടെ പോയിട്ടാണ് എപ്പോഴും അടിക്കാറ്. ഇപ്പം അച്ചാച്ചനും കുഞ്ഞും കൂടെ ഇറങ്ങുന്നത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അടിക്കുന്നത് പെട്രോളാണേ. ഈ കാണുന്ന ഗ്രീൻ എന്ന് പറയുന്നത് പെട്രോളും ബ്ലാക്ക് ഡീസലുമാണ്. പെട്രോളിൽ യു എന്ന് എഴുതിയിട്ടുണ്ടാവും, അതായത് അൺലീഡഡ് പെട്രോൾ. പെട്രോളിൻ്റെ സ്ഥാനത്ത് ഡീസലോ ഡീസലിൻ്റെ സ്ഥാനത്ത് പെട്രോളോ മാറിപ്പോയി അടിക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ എത്ര ലിറ്റർ അടിച്ചു, എത്ര രൂപയായെന്ന് നമുക്കതിനകത്ത് നാട്ടിലെ പോലെ തന്നെ നമുക്ക് കാണാം. പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എവിടെയാണ്, ഏത് കൗണ്ടറിലാണ് നമ്മളെന്ന്. കാരണം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 7-8 കൗണ്ടർ ഒരു പെട്രോൾ പമ്പിൽ കാണും. നമ്മൾ പെട്രോൾ അടിച്ചത് 6-ാം നമ്പർ കൗണ്ടറിലാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അതിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ്. കാരണം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ചെന്നിട്ട് ഈ 6 എന്ന് പറഞ്ഞ് ആ പേയ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ബോർഡിൽ കണ്ടില്ലായിരുന്നോ ഇന്നത്തെ റേറ്റ് 186 ആണ് പെട്രോളിനെന്ന്. 186 എന്ന് പറയുമ്പോൾ €1.86 എന്നാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതേ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ നേരെ പേയ്മെൻറ്റ് ചെയ്യാനാണ് ഈ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, നമുക്കിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാതെ അങ്ങ് പൊക്കൂടെ എന്നല്ലേ. പക്ഷേ ഇവിടെ ആരും അങ്ങനെ ചെയ്യില്ല കേട്ടോ. അതിനുള്ള പ്രധാന കാരണം അയർലൻഡിലെ എല്ലാ മനുഷ്യരും ഭയങ്കര ജെന്യൂനായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും നടക്കത്തില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ പൈസ കൊടുക്കാതെ ഇപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലുള്ളവർ എന്തായാലും അവർ CCTV വെച്ച് നമ്മളെ കാണുന്നുണ്ട്. അവർ പിന്നാലെ വന്ന് നിങ്ങൾ എന്തുകൊണ്ട് പൈസ അടച്ചില്ല എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കില്ല കേട്ടോ. പകരം അവർ ത്രൂ പ്രോപ്പർ ചാനൽ, അതായത് ഇവിടുത്തെ ഗാർഡ് വഴി, ഗാർഡ് മീൻസ് പോലീസുകാരാണേ, ഗാർഡ് വഴി കംപ്ലയിൻറ്റിനും പോകത്തേ ഉള്ളൂ. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഈ സൂപ്പർ മാർക്കറ്റിലുള്ളവർ ഡയറക്റ്റ് എന്തെങ്കിലും പ്രശ്നത്തിന് പോവുകയാണെങ്കിൽ ആസ് ആൻ അയർലൻഡ് റെസിഡൻറ്റ് നമുക്ക് ഓരോരുത്തർക്കും അവർക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ പ്രൈവസിയെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ നമ്മളെ അപമാനിച്ചു എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ എല്ലാവരും ഇവിടുത്തെ ലോ അനുസരിച്ചേ പോകത്തുള്ളൂ, അതായത് ത്രൂ ഗാർഡ് വഴി. ഇപ്പം നമ്മൾ കയറാൻ പോകുന്ന ആട്ടോ ഫിനിക്സ് പാർക്ക്. ഈ കാണുന്ന എൻട്രൻസ് എന്നൊരു പറയുന്ന പേരാണ് കാസിൽ നോക്ക് എൻട്രൻസ്. സാധാരണ പാർക്ക് ഗേറ്റ് എൻട്രൻസും കാസിൽ നോക്ക് എൻട്രൻസും ആയിരിക്കും 24 hours ഓപ്പൺ ആയിട്ടുള്ളത്. അത് ആഴ്ചയിൽ എല്ലാ ദിവസവും ഓപ്പൺ ആയിരിക്കുമേ. എന്നാൽ അതർ ഗേറ്റ്സ്, സൈഡ് ഗേറ്റ്സ് എല്ലാം രാവിലെ ഒരു 7 മണി തൊട്ട് ഒരു നൈറ്റ് 10:30 വരെ മാത്രമേ ഓപ്പൺ ആയിരിക്കുകയുള്ളൂ. പിന്നെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ കയറാൻ ഫീസൊന്നും അടയ്ക്കണ്ട കേട്ടോ, ഫ്രീ ആണേ. ഈ ഫിനിക്സ് പാർക്കാണ് യൂറോപ്പിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് സിറ്റി പാർക്ക് എന്നറിയപ്പെടുന്നത്. ഒരു ഏകദേശം 1750 ഏക്കറോളം വിസ്താരമുണ്ട് ഈ പാർക്കിന് കേട്ടോ. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് 10 മില്യൺ ആൾക്കാരാണ് സ്വദേശികളായിട്ടും വിദേശികളായിട്ടും ഈ ഫിനിക്സ് പാർക്കിൽ ഒരു വർഷത്തിൽ വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പാർക്കാണിത്. ഈ ഫിനിക്സ് പാർക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അതിലൊന്നാണ് ഇടതുഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ഐറിഷ് പ്രസിഡൻ്റ് റെസിഡൻസും. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡായിട്ട് US അംബാസിഡറിൻ്റെ റെസിഡൻസും ഉണ്ട്. ഇതുകൂടാതെ ഗാർഡൻ, ഡബ്ലിൻ സൂ, വെല്ലിംഗ്ടൺ മോണുമെൻറ്റ്, പാപ്പൽ ക്രോസ്, അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള കുറേയേറെ സ്ഥലങ്ങൾ ഈ ഫിനിക്സ് പാർക്കിനോട് ചേർന്ന് തന്നെ ഉണ്ട് കേട്ടോ. എന്നാൽ നമ്മളിപ്പോൾ പോകുന്നത് പാപ്പൽ ക്രോസിലേക്കാണ്. ഒരു 116 അടി ഹൈറ്റുള്ള ഒരു ക്രോസാണിത് കേട്ടോ. ഒരു വൈറ്റ് കളർ സ്റ്റീലിൻ്റെ ക്രോസാണേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്രോസ് കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ മോണുമെൻറ്റ് കാണാൻ പോയിട്ടുണ്ട്, പക്ഷേ ഈ ക്രോസ് ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1979 അയർലൻഡിൽ ഈ ഫിനിക്സ് പാർക്കിൽ വന്ന് ഈ ക്രോസിൻ്റെ ഇവിടെ വന്ന് ഓപ്പൺ എയർ മാസ് നടത്തിയിരുന്നു എന്നതാണ് ഇതിൻ്റെ ഹിസ്റ്ററി. അയർലൻഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു ഗ്യാതറിങ് തന്നെ നടക്കുന്നത്. അതായത് ഏകദേശം 1 മില്യണിന് മുകളിൽ ആൾക്കാരാണ് അന്ന് ആ മാസ് പങ്കെടുക്കാൻ ഇവിടെ ഫിനിക്സ് പാർക്കിൽ എത്തിച്ചേർന്നത്.
കുഞ്ഞിൻ്റെ സ്ട്രോളർ താഴെ വെച്ച് കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറി ഈ ക്രോസിൻ്റെ അടുത്ത് വന്നു. ഈ ക്രോസിൻ്റെ അവിടെ വന്ന് ഞങ്ങൾ ചുറ്റും നോക്കിയപ്പോൾ ഉണ്ടല്ലോ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ഞങ്ങൾ ആദ്യം കുറച്ച് നേരം ആ ക്രോസിൻ്റെ ചുറ്റും നടന്നു. എന്നിട്ട് പിന്നെ മെല്ലെ പുല്ലൊക്കെ ഇരുന്ന് കുറേ നേരം അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു. കുറച്ച് പിള്ളേർ താഴെ കളിക്കുന്നുണ്ടായിരുന്നേ, അപ്പോൾ അതും കണ്ടുകൊണ്ടിരുന്നു. എവിൻകുട്ടനാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ ഓടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവൻ നോക്കിക്കൊണ്ടിരുന്നു, പിന്നെ അവനും അവരുടെ കൂടെ കൂടി കളിക്കാൻ. ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, നല്ല വെയിലായിരുന്നു. പക്ഷേ എൻ്റെ നോട്ടം മുഴുവൻ ഈ ക്രോസിലേക്കായിരുന്നു. എനിക്കതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏവിൻകുട്ടൻ ഓടിക്കളിക്കുന്ന ഈ കല്ലുണ്ടല്ലോ, ഞങ്ങൾ ആദ്യം അത് ശ്രദ്ധിച്ചില്ലായിരുന്നേ. അവൻ ഈ ഓടിക്കളിക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങളത് നോക്കിയത്. അതിനകത്ത് ഈ ജോൺ പോൾ മാർപ്പാപ്പ ഈ 1979 ഇവിടെ വന്ന് മാസ് നടത്തിയതും അതിനുശേഷം 2018 ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ വന്ന് മാസ് നടത്തിയെന്നും കല്ലിൽ ഇങ്ങനെ എഴുതിയിരിക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നതെന്ന് പറഞ്ഞല്ലോ. അല്ല, ഞാൻ വിചാരിക്കുക ഞാൻ എന്തുകൊണ്ടാണ് ഇത് മിസ്സാക്കിയെന്ന്. കാരണം നമ്മൾ ഫിനിക്സ് പാർക്കിൽ എന്തൊക്കെ കാണാനുണ്ടെന്ന് ഡീറ്റെയിൽ ആയി ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ടാണല്ലോ എപ്പോഴും ഇറങ്ങാറ്. എന്നിട്ട് പോലും ഇപ്പോൾ ആപ്പിൾ ക്രോസ് ഞാൻ മിസ്സാക്കി. ഇത് 3ാമത്തെ തവണ ഫിനിക്സ് പാർക്കിൽ വരുന്നത്, പക്ഷേ ഈ ക്രോസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ക്രോസിൻ്റെ അവിടെ നിന്ന് നോക്കിയപ്പോഴേ ദൂരെ കുറേ മാനുകളെ കണ്ടു. എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടങ്ങ് നടന്നു. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ, മാനുകളെ കാണാൻ വേണ്ടി അടുത്ത് വന്നിരിക്കുന്നത്. കുറേ പേര് തൊട്ടടുത്ത് വരെ വന്ന് അതിനെ തൊടാനൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ ഞങ്ങൾ അത്രത്തോളം അടുത്തൊന്നും പോയില്ല, കാരണം എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയുള്ള മരങ്ങൾക്കിടയിൽ കൂടെ കുറേ നടന്നു. അച്ചാച്ചനും കൊച്ചും കൂടെ അങ്ങ് ദൂരെ നടന്നു പോയി. ഞാനും ജിനിയും അവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുക്കാൻ നോക്കി. പക്ഷെ എന്തോ നെറ്റ് അങ്ങ് കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ റീൽസിൻ്റെ കാര്യമെല്ലാം ഫ്ലോപ്പായിപ്പോയി. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വെല്ലിംഗ്ടൺ മോണുമെൻറ്റിലേക്കാണേ. ഒരു 8 മിനിറ്റ് നടക്കാനുണ്ടാവും ഈ ക്രോസിൽ നിന്ന് ഈ മോണുമെൻറ്റിലേക്ക്. ദൂരത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ ചെറുതായി തോന്നും. പക്ഷേ ഈ സ്തൂപത്തിന് 62 മീറ്ററോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന സ്റ്റെപ്പെല്ലാം കയറി അങ്ങ് മുകളിലെത്തിക്കഴിഞ്ഞിട്ട് കാണുന്ന കാഴ്ചയുണ്ടല്ലോ, അതൊരു അടിപൊളി കാഴ്ച തന്നെയാണ്. പലതരത്തിലുള്ള ശില്പങ്ങൾ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അതിലെനിക്ക് അത്ഭുതകരമായി തോന്നിയതെന്നറിയോ, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എഴുതിയിരിക്കുന്നത് ഇന്ത്യ എന്നാണ്. ഡബ്ലിനുണ്ടായിട്ടും ഫിനിക്സ് പാർക്ക് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. പാർക്കിനോട് ചേർന്ന് നടക്കുന്ന ഗാർഡനും പിന്നെ ഡബ്ലിൻ സൂ ഓൾറെഡി ഞങ്ങൾ ഒരിക്കൽ പോയതാണ്. എന്നാലും ബാക്കി എല്ലാ കാഴ്ചകളും സമ്മറി കാണാമെന്ന് കരുതി ഞങ്ങൾ വീട്ടിലോട്ട് യാത്ര തിരിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.